الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്തിനേക്കാളും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി മനസ്സിലാക്കി. ഒരാൾക്ക് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ എല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടത് അള്ളാഹും റസൂലും ആയിരിക്കണം. ഈമാനിൻ്റെ അങ്ങനെയുള്ളവരാണ് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചത് എന്ന ഹദീസും നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കണം, നാം എല്ലാറ്റിനേക്കാളും സ്നേഹിക്കുന്നത് ഇനി അള്ളാഹുവിനെയാണ്, റസൂലിനെ. എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരാൾക്ക് റസൂലിനെ സ്നേഹിക്കാൻ കഴിയുക? പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ തുടക്കം, റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ തുടക്കം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് തുടക്കമായി തുടങ്ങി. നമ്മളും തുടങ്ങി. എല്ലാ വിശ്വാസികൾക്കും തുടങ്ങാൻ പറ്റുന്നത് അത് തന്നെയാണ്. അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ സ്നേഹം, ആരാധനക്കർഹനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. റബ്ബിനോടാണ് അതുവഴി അവൻ സ്നേഹം. വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഇപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സ്നേഹത്തിൻ്റെ വഴിയിൽ കയറി നിന്നു. അൽഹംദുലില്ലാഹ്. ആ സ്നേഹത്തിൻ്റെ വഴിയാണ് ഹിദായത്ത്, ആ സ്നേഹത്തിൻ്റെ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം, അതിൻ്റെ സമാപനമാണ് സ്വർഗം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ രണ്ട് സത്യസാക്ഷ്യത്തോടുകൂടി കയറി നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്.
ഇനി തുടർന്നുള്ള യാത്രയിൽ മുഴുവൻ അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ എങ്ങനെ സ്നേഹിക്കും എന്ന് നമ്മൾ ഗവേഷണം ചെയ്ത് കഷ്ടപ്പെടേണ്ടതില്ല. അള്ളാഹ് തന്നെ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, റസൂലിനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞു തരാണ്. സൂറത്ത് ആൽ ഇംറാനിലെ 31-ാമത്തെ വചനം. ഖുൽ, നബിയെ പറയൂ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടരണം, റസൂലിനെ പിന്തുടരണം എന്ന് പറഞ്ഞേക്കുക നബിയേ. ആരെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ റസൂലിനെ പിന്തുടർന്നേ പറ്റൂ. അവൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന കാര്യം ഇനി എടുത്തു പറയാനില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ പോലും റസൂലിനെ പിന്തുടരണം, പിൻപറ്റണം. റസൂലിനെ സ്നേഹിക്കുന്നവരും റസൂലിനെ പിൻപറ്റണം. എന്നിട്ട് അള്ളാഹ് പറയാണ്, യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണല്ലോ നമ്മുടെ പ്രധാന ലക്ഷ്യം. എങ്കിൽ ആ ലക്ഷ്യം നിറവേറാൻ റസൂലിൻ്റെ ചര്യയെ നിങ്ങൾ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, മാത്രമല്ല നിങ്ങളുടെ പാപങ്ങൾ അതുവഴി അള്ളാഹു പൊറുത്തു തരികയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാ വാരിധിയുമാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിലും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരണമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പരിപൂർണമായി പിന്തുടരുക എന്ന ഒരു മാർഗമല്ലാതെ മറ്റൊരു മാർഗവും ഖുർആൻ നിർദ്ദേശിക്കുന്നില്ല. പ്രവാചകനെ സ്നേഹിക്കുന്നവർക്കും അതല്ലാതെ മറ്റൊരു മാർഗമില്ല. പ്രിയ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒപ്പം ജീവിച്ച വിശ്വാസികളായ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് സ്നേഹത്തിൻ്റെ കുറച്ചുകൂടി പ്രകടനങ്ങൾ കാണിക്കാൻ കഴിയുമായിരുന്നു. റസൂലിൻ്റെ കൂടെ ജീവിക്കുക, റസൂലിനെ കാണുക എന്നത് അവരുടെ സ്നേഹപ്രകടനമായിരുന്നു. റസൂലിനെ സന്ദർശിക്കുക എന്നത്, റസൂലിനെ ഒന്ന് സ്പർശിക്കാൻ പറ്റുന്നത് അവരുടെ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. റസൂൽ ഒന്ന് തിരിച്ച് അവരെ സ്പർശിക്കുകയോ അവരുടെ നാമം പേരെടുത്ത് എന്തെങ്കിലും പറയുകയോ ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെ അവസ്ഥയാണ്. റസൂലിനെ പരിചരിക്കാൻ, ഖിദ്മത്ത് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അത് അവരുടെ സ്നേഹപ്രകടനമായിരുന്നു. റസൂലിന് എന്തെങ്കിലും ഹദിയ നൽകാൻ കഴിഞ്ഞാൽ അതും അവരുടെ സ്നേഹപ്രകടനമായിരുന്നു. ഭക്ഷണമാവാനും മറ്റെന്തെങ്കിലും വസ്തുക്കളായിരുന്നാലും റസൂലിന് ഹദിയ കൊടുക്കൽ അവരുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു. നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അത് നടക്കൂ. അവിടെ ദീൻ അവസാനിക്കോ? ഇസ്ലാം ദീൻ റസൂലുള്ളാഹിയുടെ വഫാത്തോടുകൂടി ദീൻ അവസാനിക്കോ? ഇല്ല. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഉള്ളതാണല്ലോ ദീൻ. അവർക്കും പ്രവാചകരെ സ്നേഹിക്കണ്ടേ? വഫാത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയില്ല, ഖിദ്മത്ത് ചെയ്തു കൊടുക്കാൻ കഴിയില്ല, ഹദിയ കൊടുക്കാനും പറ്റൂല. ഇസ്ലാം ദീൻ മുഴുവൻ മനുഷ്യർക്കുമുള്ളതല്ലേ. കാരുണ്യവാനായ തമ്പുരാൻ ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികൾക്ക് അവരുടെ ദീൻ നിലനിർത്താൻ പ്രവാചകന്റെ ചര്യ പിൻപറ്റിയാൽ മതി എന്നാ പറഞ്ഞത്. റസൂലും പഠിപ്പിച്ചത് അത് തന്നെയാണ്. റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി ഫഹുവ മഅി ഫിൽ ജന്ന. റസൂൽ പറയാം, എൻ്റെ ചര്യയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, നിശ്ചയം അവൻ എന്നെ സ്നേഹിച്ചു. വമൻ അഹബ്ബനി,
ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ ഫഹുവ മഈ ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം സ്വർഗത്തിലുമായിരിക്കും. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിൻ്റെ റസൂലിനോടൊപ്പം സ്വർഗലോകത്ത്, അള്ളാഹിൻ്റെ റസൂലിനോടൊപ്പം സ്വർഗലോകത്ത് കഴിയാൻ കഴിയാന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം തന്നെ. അതിനുള്ള മാനദണ്ഡം റസൂലുള്ള പറയുന്നത് എൻ്റെ ചര്യയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിനെ പിന്തുടരുക എന്നതാണ്. ഇത് അല്പം പറയാൻ എളുപ്പമുള്ളതാണെങ്കിലും ജീവിതത്തിൽ പകർത്താൻ പ്രയാസകരമാണ്. ത്യാഗമുള്ളതാണ്, ക്ഷമ വേണ്ടതാണ്. നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും നമ്മളിത് പരീക്ഷിക്കപ്പെടും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചര്യയാണോ അവനിഷ്ടം? നാട്ടുകാരുടെ ഇഷ്ടമാണോ? മക്കളൊക്കെ നിർബന്ധിക്കുന്നു, വാപ്പാൻ ഇങ്ങനെയൊക്കെ വേണം ഇങ്ങനെയൊക്കെ വേണം. മോള് നിർബന്ധിക്കുന്നു, മോൻ നിർബന്ധിക്കുന്നു. അള്ളാഹിൻ്റെ റസൂൽ അത് വരക്കിയതുമാണ്. ഈ വാപ്പ ഏത് സ്വീകരിക്കും? കല്യാണം നടക്കുക. കല്യാണം നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേണമെന്ന് മോള് നിർബന്ധിക്കുന്നു. എൻ്റെ കൂട്ടുകാരികളെ കല്യാണമൊക്കെ ഇങ്ങനെ ആയിരുന്നു, അപ്പം ഇങ്ങനെ വേണം. മോൻ നിർബന്ധിക്കുന്നു, എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ വേണമെന്ന് പറയുന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാർഗത്തിൽ അതില്ല. ഈ ആള് പരീക്ഷിക്കപ്പെടും. ഇയാൾ പറഞ്ഞ് എനിക്ക് റസൂലാണ് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറയുകയും മക്കളുടെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യും. പൊളിഞ്ഞില്ലേ? കള്ളമായി റസൂലിനെയാണ് എനിക്ക് ഇഷ്ടമെന്നത് പച്ചക്കള്ളമായി മാറുന്നു. ഉദാഹരണം പറഞ്ഞാണ് കല്യാണം. മറ്റു പല ജീവിതത്തിലെ കുടുംബപരമായ മറ്റു കാര്യങ്ങളിലൊക്കെയും നാം ഓരോരുത്തരും ഇങ്ങനെ പരീക്ഷിക്കപ്പെടും. അപ്പോൾ ക്ഷമ വേണ്ടി വരും, ത്യാഗം വേണ്ടി വരും. റസൂലിൻ്റെ ചര്യ പിന്തുടർന്നുകൊണ്ട് മക്കളെ പ്രേരിപ്പിക്കേണ്ടി വരും, മകളെയും മകനെയും പ്രേരിപ്പിക്കേണ്ടി വരും. അതിനെ തെറ്റിക്കാൻ മകൻ്റെ കൂട്ടുകാരുടെ വേഷത്തിലോ മകളുടെ കൂട്ടുകാരികളുടെ വേഷത്തിലോ പലരും വന്നെന്ന് വരും. എനിക്ക് ഏറ്റവും ഇഷ്ടം, എന്തിനേക്കാൾ ഇഷ്ടം റസൂലിനോടാണ്, അള്ളാഹിനോടാണെന്ന് പറയുകയും എന്നിട്ട് അവരുടെ ഇഷ്ടം, പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഇന്ന് 1450 കൊല്ലം പിറകിൽ ജീവിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിൽ എളുപ്പമുള്ള സ്നേഹമാണ് എല്ലാവർക്കും ഇഷ്ടം. ത്യാഗം വേണ്ടി വരുന്നത്, പരീക്ഷിക്കപ്പെടുമ്പോൾ റസൂലിൻ്റെ ചര്യയെ മുറുകെ പിടിക്കാൻ കഴിയുന്നത് അത് ഇത്തിരി പ്രയാസകരമായ അവസ്ഥയാണ്. അങ്ങനെ റസൂലിൻ്റെ മാർഗം തെറ്റിയിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ, റസൂലിൻ്റെ ചര്യയ്ക്ക് എതിരായിട്ടാണ് നാം പ്രവർത്തിക്കുന്നതെങ്കിൽ, റസൂലിനെ സ്നേഹിച്ച സഹാബത്തിൻ്റെ സ്വീകരിച്ച മാർഗമല്ലാത്തൊരു മാർഗമാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ വലിയ അപകടം പിടിച്ചതാണെന്ന് അള്ളാഹ് പറയുന്നു. ആദ്യം തന്നെ നോക്കൂ നിങ്ങൾ, ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്തിൻ്റെ തുടർച്ചയായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഖുൽ അത്തിഉല്ലാഹ വർ-റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. ഫഇൻ തവല്ലൗ, നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാവാതെ പിന്തിരിയുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ആലിംറാൻ 32. നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ റസൂലിനെ പിൻപറ്റാൻ പറഞ്ഞ ആയത്തിൻ്റെ തൊട്ടടുത്ത ആയത്ത് ഇതാണ്. ഖുൽ അത്തിഉല്ലാഹ വർ-റസൂല, പറഞ്ഞു കൊടുക്കും നബിയെ, അള്ളാഹിനെ അനുസരിക്കണം. അള്ളാഹിനെ സ്നേഹിക്കുന്നവർ അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ സ്നേഹിക്കുന്നവർ റസൂലിനെ അനുസരിക്കണം. ഫഇൻ തവല്ലൗ, തയ്യാറില്ല എങ്കിൽ, നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയാണെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, കാഫിരീങ്ങളെ അള്ളാഹ് ഇഷ്ടപ്പെടുകയില്ല. എന്തിൻ്റെ അർത്ഥം? അള്ളാഹിനെ റസൂലിനെ അനുസരിക്കാൻ തയ്യാറാവാത്തവർ കാഫിറാകുന്നു എന്ന് പച്ചക്കള്ള പറയാം. പച്ചക്ക്, വ്യാഖ്യാനം വേണ്ട, നേരെ പറയാം. അള്ളാഹിനെയും റസൂലിനെ ഒരാൾ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ കാഫിറാണ്. അപ്പം നമ്മ മുസ്ലിമാണ്, മൂമിനാണ്, കാഫിറാണെന്ന് നമുക്ക് ഇഷ്ടമില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഏതെങ്കിലും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമോ, നോമ്പിൻ്റെ വിഷയത്തിൽ മാത്രമോ, ഹജ്ജിൻ്റെ വിഷയത്തിൽ മാത്രമല്ലല്ലോ. അനേകം മാർഗനിർദ്ദേശങ്ങൾ അള്ളാഹു ഖുർആനിലൂടെയും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ ഘട്ടങ്ങളിലേക്കുള്ള സാരോപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതനുസരിക്കാൻ തയ്യാറാവാതെ നമ്മുടെ ഇച്ഛക്കനുസരിച്ചാണ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ താല്പര്യമനുസരിച്ചാണെങ്കിൽ, കുടുംബത്തിൻ്റെ താല്പര്യമനുസരിച്ചാണെങ്കിൽ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, കാഫിരീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, അങ്ങനെ 1450 കൊല്ലം പിറയിലുള്ള നമ്മൾ ദുർബലരായി ഈമാൻ ബലം കുറഞ്ഞ് 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 പെറ്റി നിൽക്കുന്നതിന് അവർക്കുള്ള താക്കീത് എന്താണ്? അല്ലാഹ് സൂറത്ത് നിസായിലെ 115 വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആരെങ്കിലും റസൂലുള്ളാഹിക്ക് എതിരായി നിൽക്കുന്നുവെങ്കിൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, റസൂല് പഠിപ്പിച്ച സത്യമാർഗം, ഖുർആൻ പഠിപ്പിച്ച സത്യമാർഗം വ്യക്തമായതിന് ശേഷവും റസൂലുള്ളാഹിക്കെതിരായിട്ടാണ് ആരെങ്കിലും നീങ്ങുന്നതെങ്കിൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗമാണ് അവൻ പിന്തുടരുന്നതെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത് സഹാബത്തിൻ്റെ മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ദീൻ പഠിച്ച സഹാബത്തിൻ്റെ മാർഗമാണ് മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇന്ന് നമ്മ അടക്കണ മാർഗം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന റളിയല്ലാഹു അൻഹു, അല്ലാഹ് തൃപ്തിപ്പെട്ടതാണ് അവരെ, ഖുർആൻ സാക്ഷ്യം വഹിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഖുർആൻ കേട്ടവരാണ്, പഠിച്ചവരാണ്, റസൂലുള്ളാഹിനെ കണ്ടു വളർന്നവരാണ്, റസൂലിൻ്റെ വാക്കും പ്രവൃത്തിയും കേൾക്കുകയും കാണുകയും പിന്തുടരുകയും ചെയ്ത സഹാബത്ത്. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത വഴി സ്വീകരിക്കുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല, അവൻ എവിടേക്കാണോ തിരിഞ്ഞത് അവിടേക്ക് നാം തന്നെ അവനെ തിരിച്ചുവിടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാം ദീനിന്, ഖുർആൻ പഠിപ്പിക്കുന്ന മാർഗത്തിന്, റസൂലുള്ള പഠിപ്പിച്ച ചര്യക്ക് വിരുദ്ധമായ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹ് എളുപ്പമുണ്ടാക്കി തരാൻ എവിടേക്കെന്നറിയോ? കൂടുതൽ അകലാൻ, കൂടുതൽ വഴിപെടക്കാൻ, ആ തെറ്റായ മാർഗത്തിലേക്ക് അള്ളാഹ് പറയണം, അവനെ ഞാൻ അങ്ങട് തന്നെ, അവനെ എവിടേക്കാ തിരിഞ്ഞ്, അള്ളാഹുടെ വഴിയിൽ നിന്ന് എവിടേക്കാ അവൻ തിരിഞ്ഞത് അവിടേക്ക് തന്നെ ഞാൻ അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, ഫലം അവനെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. വസാഅത്ത് മസീറ, വളരെ മോശപ്പെട്ട സങ്കേതമാണ് നരകം. അള്ളാഹ് പറയാ, നരകത്തെ സൃഷ്ടിച്ച അള്ളാഹ് പറയാ വളരെ മോശം നരകം, സങ്കേതങ്ങളിൽ വെച്ച് ഏറ്റവും മോശം, മടക്കസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും മോശം നരകമാണ് അള്ളാഹ് പറയുന്നു. അള്ളാഹു ആ മേഖലയിൽ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ വിഷയം ലഘുവല്ലാന്ന് ആൾക്കല്ല, ഇപ്പോൾ എടുത്താ കൂലിണ്ടല്ലോ, ഇപ്പം എന്താ അങ്ങനൊക്കെയല്ലേ, വളരെ ലാഘവത്തിലാണ് ആളുകൾ സംസാരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഇസ്ലാം ദീൻ ഇന്നിപ്പോൾ ആധുനിക സമൂഹത്തിൽ നമ്മൾ വിദ്യാഭ്യാസമുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്ത് വളർച്ച നേടിയ ഈ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ? ഇപ്പോൾ ഇത് ആധുനിക സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റണ്ടേ? ഈ ഉമ്മത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റണ്ടേ? പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ റസൂലുള്ളാഹിയുടെ ശരീരം തള്ളി പറയണോ? പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പം തള്ളി പറഞ്ഞ. പക്ഷെ ഫലം ഇതാണ്. അവൻ എവിടേക്കാണോ തിരിഞ്ഞത്, അവൻ ശാസ്ത്രത്തിൻ്റെ പേരിലാണോ തിരിഞ്ഞു പോയത്, വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണോ തിരിഞ്ഞു പോയത്, ആധുനിക സമൂഹത്തിൻ്റെ ബന്ധം കുറയുമെന്ന ഭയം കൊണ്ടാണോ തിരിഞ്ഞു പോയത്, തിരിഞ്ഞയിടത്തേക്ക് തന്നെ തിരിച്ചുവിടും. ഫലം നരകത്തിലിട്ട് അവനെ കരിക്കും. വസാഅത്ത് മസീറ, മടങ്ങിച്ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടതാണ് നരകം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ക്ഷമയോടെ ത്യാഗമനസ്ഥിതിയോടുകൂടി സ്വർഗം കൊതിച്ച് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകചര്യ നിത്യജീവിതത്തിൽ പാലിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഒരു താല്പര്യമില്ല. എന്നാൽ റസൂലുള്ള പഠിപ്പിക്കാത്ത കാര്യത്തിന് എന്താ ഇൻട്രസ്റ്റ് നോക്കിയത് നിങ്ങൾ? വാശി എത്രയാണ്? ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന കാര്യം, ഇസ്ലാമി വിരുദ്ധമായ കാര്യം പോട്ടെ, പ്രവാചക സ്നേഹം എന്ന പേരിലോ
ഇസ്ലാം ദീനിൽ പുണ്യം കിട്ടുന്ന കാര്യമെന്ന പേരിലോ വാശിയോടെ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, പ്രവാചകൻ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും എന്തൊരു വാശിയാണ് ഈ ഉമ്മത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗൗരവത്തിൽ നാം ഇത് കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ചര്യ ഏത് വിധമാണ് നാം മനസ്സിലാക്കേണ്ടതെന്നും കൃത്യമായി നമ്മൾ പഠിക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ആദ്യകാല വിശ്വാസികൾ പ്രവാചകനെ കണിശമായി, പ്രവാചകന്റെ ചര്യയെ കണിശമായിട്ടാണ് പിന്തുടർന്നത്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് ഒരു മനുഷ്യൻ തുമ്മി നമ്മൾ തുമ്മല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ തുമ്മിയാൽ അവൻ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഈ മനുഷ്യൻ അത് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ മുന്നിൽ വെച്ച് ആ മനുഷ്യൻ അത് പറഞ്ഞു. എന്നിട്ടൊരു വാക്കുകൂടെ കൂട്ടിച്ചേർത്തു, സുബ്ഹാനല്ലാഹ്. വല്ല മോശമുള്ള വാക്കാണോ? അല്ല. അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ മുഖം കോപം കൊണ്ട് ചുമന്നു എന്നാണ് ഹദീസ്. കോപം കൊണ്ട്. സുബ്ഹാനല്ലാഹ് മോശമാണോ? ഭയങ്കര പുണ്യമുള്ള വാക്കല്ലേ? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയല്ല അള്ളാന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചതെന്നാണ്. അതാ പ്രശ്നം. ഇങ്ങനെയല്ല റസൂൽ ഒഴിച്ച് അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറയാനാണ്, മറ്റൊരു വാക്ക് അതിൻ്റെ കൂടെ ചേർക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നും. എത്ര ഗൗരവത്തിലാണ്, സൂക്ഷ്മതയിലാണ് പ്രവാചക ചര്യ അവർ നോക്കിക്കണ്ടിരുന്നത്. കാരണം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹു കസീറാ. സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ ആയത്ത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, നിശ്ചയമായും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിൽ ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക. ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ കൊതിക്കുന്നവർക്ക്, അല്ലാഹുവിനെ ആശിക്കുന്നവർക്ക്, വൽ യൗമൽ ആഖിറ, നാളെ അന്ത്യനാളിൽ രക്ഷ കൊതിക്കുന്നവർക്ക്, വദക്കറല്ലാഹു കസീറ, അള്ളാഹുവിനെ അത്യധികമായി. ആ റസൂലിന്റെ ചര്യയാണോ നമുക്കിഷ്ടം? ആ മാതൃകയാണോ ഇഷ്ടം? അല്ലെങ്കിൽ പേര് കേട്ട സിനിമാ സ്റ്റാറിന്റെ ആ മാതൃകയാണോ നമുക്കിഷ്ടം? സ്പോർട്സ് താരത്തിന്റെ മാതൃകയാണോ നമുക്കിഷ്ടം? രാഷ്ട്രീയ നേതാവിന്റെ മാതൃകയാണോ നമുക്കിഷ്ടം? സത്യവിശ്വാസികൾക്ക്, അള്ളാഹുവിന്റെ പ്രീതി കൊതിക്കുന്നവർക്ക്, പരലോക രക്ഷ കൊതിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂലാണ് ഉത്തമമായ മാതൃക. ആൾക്കാർ ചിലപ്പോൾ കളിയാക്കിയേക്കും, എന്നാലും വിരോധമില്ലാന്ന് വിചാരിച്ചോ, കളിയാക്കിയോട്ടെ. അള്ളാഹിന്റെ അടുക്കൽ അവൻ ഉയർന്ന പദവിയിലാണ്. ഇവിടെ നമുക്ക് ജനങ്ങളുടെ നീരസമോ അനിഷ്ടമോ ഒന്നും സഹിക്കാൻ പറ്റൂല. അതിനേക്കാൾ ഭയാനകമാണ് നരകത്തി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹ് മറ്റൊരു മുന്നറിയിപ്പുള്ള സൂറത്ത് നൂറിലെ 63-ാമത്തെ വചനം, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലിന്റെ കൽപ്പന ധിക്കരിക്കുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്നത്തുൻ, വലിയ നാശമാണ് അവനെ ബാധിക്കാൻ പോകുന്നത്. റസൂലുള്ളാഹിയുടെ കൽപ്പനയ്ക്ക് എതിരായിട്ടാണ് ഒരാൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ ഭയപ്പെട്ടുകൊള്ളട്ടെ. അൻ തുസീബഹും
ഫിത്നത്തുൻ, ഒരു വലിയ ഫിത്ന അവനെ പിടികൂടാൻ പോവാണ്. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷയാണ് അവന് വരാനുള്ളത്, അതവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പോൾ റസൂലുള്ളാഹിയുടെ ചര്യ എല്ലാ ഇബാദത്തുകളിൽ മാത്രമല്ല ജീവിതത്തിൽ പ്രവാചകൻ മതപരമായി നിർദ്ദേശിക്കപ്പെട്ട ഏത് കാര്യം വലത് കൈ കൊണ്ട് തിന്നണം എന്നങ്ങോട്ട് പറഞ്ഞാലേ വലത് കൈ കൊണ്ട് തന്നെ തിന്നണം, വലത് കൈ കൊണ്ട് തന്നെ കുടിക്കണം. അപ്പോൾ പ്രമുഖന്മാരിരിക്കുന്ന സദസ്സിൽ വെച്ച് തിന്നുമ്പോൾ കൈ കൊണ്ട് തിന്നില്ലേ, ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമൊക്കെ കഴിയുമില്ലേ. അപ്പോൾ ഒരു എളുപ്പവഴിയുണ്ട് ആൾക്കാർക്ക്, കുടിക്കാനുള്ള ഗ്ലാസ് അടുത്തേ കൈ പിടിക്കും. മൗലിമാരടക്കണീ പറഞ്ഞത്, മൗലിമാരെ ജനങ്ങളോട് ഖുതുബ പറയുന്ന മൗലിമാർ, ജനങ്ങളോട് വാഴ്വ് പറയുന്ന മൗലിമാർ. സാധാരണക്കാരെ കാര്യം പറയാനുണ്ട്, ആണും പെണ്ണും കുട്ടികളും ചെറുപ്പക്കാരും വയസ്സന്മാരും. നിങ്ങൾ സദസ്സിൽ ഇരുന്ന് നോക്ക്, ഇടത്തിക്കൊണ്ട് കുടിക്കും. ഇനി തിന്നണമല്ല, എന്താന്ന് വെച്ചാൽ ഇത് വൃത്തികേടായ കൈയൊന്നും. ഏത് തിന്നുകൊണ്ടിരിക്കുന്ന കൈ വൃത്തികേടൊന്നും തിന്നാൻ പറ്റൂല കൈ കൊണ്ട്. ഇനി ആ പാത്രത്തിൽ അവൻ ഇരുന്ന ഈ വൃത്തികേടുള്ള കൈ, ആ കൈ കൊണ്ട് തന്നെ പിന്നെയും തിന്നണേ. വൃത്തികേട് കൈയാണെന്ന് തിന്നാൻ പറ്റും? പിന്നെ എവിടെ വൃത്തികേടായി? സദസ്സിനെ പരിഗണിച്ചിട്ട ഇവിടെ വെച്ചിപ്പോ നമ്മൾ ഇടത്തയോട്ടൊന്ന് കുടിച്ചാൽ എന്നവിടെ പറഞ്ഞേ, റസൂലുള്ളാഹിയുടെ ചര്യക്ക് എതിരായിട്ടാണ്. എന്ത് താല്പര്യം അവന്? ചെറിയ വിഷയം നിങ്ങൾക്ക് തോന്നുന്ന കാര്യം പറഞ്ഞ 10 ഹദീസ ഇങ്ങനെ കൂടി പറഞ്ഞു. പിശാചായിരിക്കും, റസൂൽ പറയാം, പിശാചായിരിക്കും ഇടത്ത് കൈ കൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും. എന്നിട്ടൊരു പ്രശ്നമില്ലെങ്കിലോ മനുഷ്യന്മാർക്ക്, ശൈത്താനായി മാറുന്നവൻ അവൻ ശൈത്താനായി മാറുകയാണ്, എന്നിട്ടും അവന് പ്രശ്നമില്ല. നമ്മളിപ്പോ കല്യാണത്തിനും പോണ്ട, വീട്ടിൽ തന്നെ ഒരു കയ്യിൽ ചായ കടി ഉണ്ടെങ്കില, അല്ലെങ്കിൽ ചായ കൈ പിടിച്ചിട്ട് ഒരു കടി ഇങ്ങനെ കടിക്കുക, ഇതിങ്ങനെ കുടിക്കുക. കല്യാണക്കാരെ അതിനു വേണ്ടി അങ്ങനെ ചെയ്യും. ഡെസ്കൊക്കെ എടുത്ത് മാറ്റും, കസേര നിന്ന് നിന്നാലാണ് ആ കല്യാണം വിജയിക്കാന്നാണ്. എത്ര മഹാപാപായിരിക്കും ആ കല്യാണം നടത്തിയ വീട്ടുകാർക്ക്. ആയിരക്കണക്കിന് വിശ്വാസികളെ റസൂലുള്ളാഹിയുടെ ചര്യക്കെതിരെ നിന്ന് തിന്നാൻ, ഇടത് കൈ കൊണ്ട് തിന്നാൻ കാരണമായി. ആ ഹാളിലതൊക്കെ ഉണ്ട്, ഡസ്കും കസേരൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഭംഗി കൂടാൻ കല്യാണത്തിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് രോഗികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയ, ഗർഭിണികളുടെ കാര്യം, കുഞ്ഞു കുട്ടിയായിട്ട് വന്ന സ്ത്രീയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയ. അതെന്തോ കാര്യപ്പെട്ട കല്യാണം. നരകം നേരിട്ട് വാങ്ങുകയാണവൻ ആ കല്യാണക്കാരനെ. അപ്പൊ പറയും കാറ്ററിംഗുകാരാണ്. കാറ്ററിംഗുകാർക്ക് പൈസ കൊടുക്കണമല്ല, ഇവിടെ ഇരുന്ന് കഴിക്കണം, ഡെസ്ക് വേണം, ഈ മേശ വേണം, കസേര വേണം. റസൂലുള്ളാഹിയുടെ ചര്യക്കെതിരെ പ്രവർത്തിപ്പിക്കൽ. അങ്ങനെ ചെയ്യുന്ന വിശ്വാസികളെ ചര്യക്കെതിരായിട്ട് പ്രവർത്തിപ്പിക്കാൻ ആര് കാരണമായി? ഈ കല്യാണം നടത്തിയ ആള് കാരണമായി. വളരെ ഗൗരവമുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് ഒന്നും അറിയില്ല, അവർ ഈ ഭംഗി മാത്രമേ കണ്ടുള്ളൂ, ആഡംബരങ്ങൾ മാത്രം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഈ മാതൃകകൾ റസൂലുള്ളാഹിയുടെ, ഞാൻ വെറുതെ ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ ഓരോ വിഷയത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗനിർദ്ദേശമുള്ള വിഷയങ്ങളിൽ അത് പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് സമ്പാദിക്കാം, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് സമ്പാദിക്കാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ മഴ ശക്തിപ്പെട്ടു. വലിയ ദുരന്തങ്ങളാണ് കേരളത്തിൻ്റെ പലഭാഗത്തായിട്ട് നടന്നത്. മുമ്പ് 2 കൊല്ലം മുമ്പ് വയനാട്ടിലുണ്ടായ ആ സ്ഥിതിയെ ഓർമ്മിപ്പിക്കുന്ന അത്രയൊന്നും ആയില്ലെങ്കിൽ പോലും അനേകം ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. കോടിക്കണക്കിന് വസ്തുവകൾ നശിച്ചിട്ടുണ്ട്, വീടുകൾ, കൃഷിസ്ഥലങ്ങൾ. അള്ളാഹുവിൻ്റെ കാര്യം കൊണ്ട് നാം ജീവിക്കുന്ന ഈ പ്രദേശത്ത്
അത്തരമൊരവസ്ഥ ഉണ്ടായില്ല. പക്ഷെ തെക്കൻ കേരളം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ആ പ്രദേശങ്ങളിലെ മനുഷ്യന്മാർ അനുഭവിക്കുന്നു. ഇപ്പോഴും അവർ വീട്ടിലേക്ക് മടങ്ങാൻ പറ്റാതെ, മഴ കുറഞ്ഞിട്ടും വീട്ടിലേക്ക് മടങ്ങാൻ പറ്റാതെ ക്യാമ്പുകളിൽ കഴിയുകയാണ്. കേരള നൗദത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒരു ആഹ്വാനം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ വെള്ളിയാഴ്ച ജുമയിൽ പങ്കെടുക്കുന്നവരോട് ആ കാര്യം പറയുകയും അവരെ സഹായിക്കാനുള്ള ഒരു ഫണ്ട് കേന്ദ്രം സ്വരൂപിക്കുന്നു. തെക്കൻ കേരളത്തിലെ ഇനി വടക്കുള്ള ആരാണോ ഈ പ്രകൃതിയുമായിട്ട് മഴയായിട്ട് ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നത് അവരെ സഹായിക്കാൻ കേന്ദ്രം ഒരു ഫണ്ട് ശേഖരിക്കുന്നു. പള്ളിയിൽ വരുന്ന ആളുകളോട്, ജുമയിൽ പങ്കെടുക്കുന്ന ആളുകളോട് ഖത്തീബ് അത് ഓർമ്മപ്പെടുത്താൻ അവരെ നിർദ്ദേശം വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങൾ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ആ ദുരന്തബാധിതരെ സഹായിക്കാനുള്ള ഫണ്ടിലേക്കാണ്. ആ രീതിയിൽ തന്നെ കണ്ട് നിങ്ങളുടെ സംഭാവനകൾ അതിലിടണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.